മോൺസൺ മാവുങ്കൽ കേസ് സുധാകരനെതിരെ ഗൂഢാലോചന നടന്നു. പിന്നിൽ പി ശശി വെളിപ്പെടുത്തി പരാതിക്കാരൻ. സുധാകരൻ കേസുമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ എല്ലാം എൻ്റെ അഡ്വക്കേറ്റിനോട് വന്നിട്ടുണ്ട്. നിങ്ങൾ അഡ്വക്കേറ്റിനെ ഞാൻ ജുഡീഷ്യറി കസ്റ്റഡിയിലാണ്, അതുകൊണ്ട് എനിക്ക് സംസാരിക്കുന്നതിന് പരിമിതിയുണ്ട്. നിങ്ങൾ എൻ്റെ അഡ്വക്കേറ്റ് ശ്രീജിത്ത് സാറിനെ കാണുക, എല്ലാം പറഞ്ഞു തരും കേട്ടോ. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാ അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി ഇഡിക്ക് ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. കേക്കോ, എല്ലാ ഇഡിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അറിയാം. നിങ്ങൾ എൻ്റെ അഡ്വക്കേറ്റ് ശ്രീജിത്ത് സാറിനെ കാണൂ. ഇത് കറക്റ്റായിട്ട് അന്വേഷിച്ച DGP ഉൾപ്പെടെ പലരും അകത്ത് പോകും. അപ്പോൾ അത് കറക്റ്റായിട്ട് അന്വേഷിക്കാൻ പറ. ഇത് ഞാൻ ഇഡിക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇഡിയിൽ അന്വേഷിക്കും. ഞാൻ DGP മാത്രമല്ല, ഇത് CMന്റെ PS വരെ ഇതിൻ്റെ അകത്ത് ബന്ധപ്പെട്ടിട്ടുള്ള കേസാണ്. ഇഡിക്ക് ഓൾറെഡി ഞാൻ ഇഡിക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിക്കൂ. സുധാകരൻ കേസുമായിട്ട് യാതൊരു ബന്ധമില്ല. ബന്ധമാണ്. ഞാൻ ഓൾറെഡി ഞാൻ ഇഡിക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങൾ എൻ്റെ അഡ്വക്കേറ്റ് ശ്രീജിത്ത് സാറിനെ കാണൂ. ഞാൻ എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. വ്യാജ പുരാവസ്തുവിന്റെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന മോൺസൺ മാവുങ്കലിനെതിരായ കേസിൽ പുതിയ വെളിപ്പെടുത്തൽ. ഈ വിഷയത്തിൽ KPCC അധ്യക്ഷൻ K സുധാകരനെതിരെ ഗൂഢാലോചന നടന്നെന്നും പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണെന്നും മോൺസണെതിരെ പരാതി നൽകിയ ഷമീർ വെളിപ്പെടുത്തി. വിശ്വസിച്ചു സാറ് മറ്റേ സുധാകരന്റെ കേസിൽ ആ സംഭവമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും പോയി പറഞ്ഞു. ദൂരം ഒന്നും ആയില്ല. എല്ലാം കൂടെ ഞാൻ അതും പെട്ട് ആ കേസുമായി. ഇനിയിപ്പോ ആ കേസിൽ ഇനിയിപ്പോ എന്താണ് വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോ അവരെന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ സുധാകരന്റെ കേസിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ അക്കൗണ്ടിൽ എത്ര രൂപ വന്നത് ഈ മോൺസന്റെ കേസിൽ എന്ന് പറഞ്ഞേ? ഏതാണ് സുധാകരന്റെ? അല്ലെ, മോൺസന്റെ കേസിൽ നിങ്ങൾ അക്കൗണ്ടിൽ എത്ര രൂപ പറഞ്ഞു? എന്റെ അക്കൗണ്ടിൽ വന്നിട്ട് 3 കോടി രൂപ. നിങ്ങൾ അറസ്റ്റ് ചെയ്തു വന്നിട്ട്? ഏതാണ്? ഇല്ല. നിങ്ങൾ അറസ്റ്റ് ചെയ്തോ? ഇല്ല. അതിനുള്ള വാഗ്ദാനം കേസിൽ അറസ്റ്റ് ചെയ്തില്ല. അതിപ്പോ ഞാൻ ഉത്തരവാണ്. നിങ്ങൾ അറസ്റ്റ് ചെയ്താൽ നിങ്ങളൊക്കെ ഇന്നസെന്റ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മോൺസന് പറ്റിച്ച് പൈസ ഇട്ടുവെന്ന് ബോധ്യം വന്നോണ്ടല്ലേ നിങ്ങളെയൊക്കെ ഞാൻ അങ്ങനെ ആക്കിയത്. അന്വേഷണത്തിൽ അങ്ങനെയല്ലേ വന്നത്? ഇതാദ്യം എങ്ങനെയാണോ? ജോഷി അറിഞ്ഞിട്ടാണോ പൈസ അക്കൗണ്ടിൽ വന്നത്? അല്ല. ഈ ജോഷി എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് എന്നെ കൊണ്ട് നിർബന്ധിച്ച് YR റസ്റ്റം പറയിപ്പിച്ചതാണ്, എന്നെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് റസ്റ്റത്തെ നീ എൻ്റെ മുമ്പിൽ നിന്ന് എന്നെ വിളിക്കി, എനിക്കിത് ബോധ്യപ്പെടുത്തിത്താ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം റസ്റ്റത്തെ വിളിക്കുന്നത്. വ്യാജ പുരാവസ്തുവിന്റെ മറവിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന മോൺസൺ മാവുങ്കലിനെതിരായ കേസിൽ പുതിയ വെളിപ്പെടുത്തൽ. ഈ വിഷയത്തിൽ KPCC അധ്യക്ഷൻ K സുധാകരനെതിരെ ഗൂഢാലോചന നടന്നെന്നും പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണെന്നും മോൺസണെതിരെ പരാതി നൽകിയ ഷമീർ വെളിപ്പെടുത്തി. സാക്ഷിയായ ജോഷിയും അന്വേഷണ ഉദ്യോഗസ്ഥനായ YR റസ്റ്റവും തമ്മിലുള്ള ഫോൺ സന്ദേശം ഷമീർ പുറത്തുവിട്ടു. K സുധാകരൻ മോൺസൺ മാവുങ്കലിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിയെന്നത് കെട്ടിച്ചമച്ചതാണ്. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ P ശശിയും അന്വേഷണ ഉദ്യോഗസ്ഥനായ YR റസ്റ്റവുമാണ്. അതിജീവിത മോൺസൺ മാവുങ്കലിന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് സുധാകരൻ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നുവെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോലും പറഞ്ഞത്. MV ഗോവിന്ദന്റെ പ്രതികരണത്തിന് പിന്നിലും P ശശിയാണ്. ഇതെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നതാണെന്ന് ഷമീർ വെളിപ്പെടുത്തി. താനും 5 സുഹൃത്തുക്കളും മോൺസന് 10 കോടി നൽകിയിരുന്നുവെന്നായിരുന്നു ഷമീറിന്റെ വെളിപ്പെടുത്തൽ. MP ആയിരുന്ന സമയത്ത് K സുധാകരന്റെ സാന്നിധ്യത്തിൽ പണം നൽകിയിരുന്നുവെന്നും ഷമീർ പറഞ്ഞു. ഇതിനു പുറമെ 2018 കലൂരിൽ വാടക വീട്ടിൽ വെച്ച് മോൺസൺ മാവുങ്കലിന് 25 ലക്ഷം രൂപ കൈമാറിയെന്ന് പരാതിക്കാരനായ അനൂപും മൊഴി നൽകിയിരുന്നു. ഈ സമയം സുധാകരനും അവിടെയുണ്ടായിരുന്നു. താൻ നൽകിയ 25 ലക്ഷത്തിൽ 10 ലക്ഷം സുധാകരൻ കൈപ്പറ്റി. പാർലമെന്റ് ഫിനാൻസ് കമ്മിറ്റിയെ കൊണ്ട് മോൺസൺ മാവുങ്കലിന്റെ വിദേശത്തു നിന്നെത്തിയ പണം വിട്ടുകൊടുക്കാമെന്നു പറഞ്ഞാണ് സുധാകരൻ പണം നൽകിയതെന്നായിരുന്നു മൊഴി. മലയാളം പൾസ്.